മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശി സെമീൽ പണം തട്ടിയെന്നാണ് ജിദ്ദയിലെ ഇബ്രാഹിം മുഹമ്മദ് അൽ ഉത്തൈബിയുടെ പരാതി. ആരോപണവുമായി ബന്ധപ്പെട്ട രേഖകൾ ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഹാജരാക്കി. സൗദി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ നിക്ഷേപ ലൈസൻസ് സെമീൽ സ്വന്തമാക്കിയിരുന്നു. ഇതുപയോഗിച്ച് വിവിധ പദ്ധതികൾ സൗദിയിൽ തുടങ്ങുവാനായിരുന്നു തന്നോടും മകനോടും പലപ്പോഴായി 1,35,43,400 റിയാൽ വാങ്ങിയെന്നാണ് പരാതി. ഏതാണ്ട് 37 കോടിയോളം രൂപയുടേതാണ് ആരോപണം. പണം വാങ്ങിയ ശേഷം സെമീൽ നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായും അൽ ഉത്തൈബി പറഞ്ഞു. الأراضي اللي أنا سلمتها للمحكمة كتب فيها صك حكم إنه جميل يعطى مهلة 4 أشهر لبيع أراضيه في الهند ويرجع حسب الاتفاق، لكن للأسف كان خاين بكل ما تعني الكلمة. والله إحنا قدمنا وإحنا الحمد لله يعني رفعت الأوراق ورفعت كذا ورفعنا على الخارجية السعودية، والخارجية السعودية رفعت للخارجية الهندية ونستنى الرد، لكن للأسف هو قد كلمني മുക്കാൽ എന്നൊക്കെ ما تقدر عليه ببلدي يعني عنده طرق. ബാങ്കിലുണ്ടായിരുന്ന കടബാധ്യത തീർക്കാൻ സ്വന്തം ഭൂസ്വത്ത് പണയപ്പെടുത്തി ഷമീലിന് പണം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സൗദി കിരീടാവകാശിക്കും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, ജിദ്ദ ജനറൽ കോടതി എന്നിവിടങ്ങളിലും പരാതി നൽകി. ജിദ്ദ ജനറൽ കോടതിയിലെ പരാതിയിൽ തനിക്കനുകൂലമായ വിധിയുണ്ടായെങ്കിലും ഷമീൽ സൗദിയിലില്ലാത്തതിനാൽ നടപ്പിലാക്കാനായില്ലെന്നും അൽ ഉത്തൈബി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.